ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അതിലെ ഒരേ ഒരു സെൻറ്റൻസ് എൻ്റെ ഹൃദയം നമ്മളെപ്പോഴും വായിച്ചു വിടുന്നൊരു ഭാഗമാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചപ്പോഴത്തേനാണ് എൻ്റെ ഹൃദയത്തിൽ ആ ഒരു വേർഡ് മാത്രം ഇങ്ങനെ ദൈവാത്മാവ് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതായത് ഇവിടെ ഒരു വാക്യം, ആ വാക്യത്തിൽ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയാണ്: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. ആമേൻ, സ്തോത്രം. ഇന്ന് ഈ ലോകത്തിലേക്ക് നമ്മളൊന്ന് വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സമാധാനം എവിടെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളീ പലരും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിൽ പലവിധമായ അസമാധാനത്താൽ കഴിയുന്നവരായിരിക്കാം. നിങ്ങൾ പല രീതിയിലുള്ള പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നവരായിരിക്കാം പക്ഷേ ഇവിടെ ദൈവവചനം പറയാണ്, നമ്മൾ ഈ സമാധാനത്തെ അന്വേഷിച്ച് പിന്തുടരണം. നമ്മളെല്ലാവരും ഷോക്കേസായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അതിനെ റെഡിമെയ്ഡായിട്ട് മേടിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇന്നടത്ത് ഇന്ന പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചാൽ എനിക്ക് സമാധാനം ലഭിക്കും നമ്മൾ എന്ത് ചെയ്യണം? സംതിങ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആരെങ്കിലും എന്നെ സമാധാനപ്പെടുത്തും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്, ഈ സമാധാനത്തെ നമ്മൾ അന്വേഷിച്ച് പിന്തുടരണം ദൈവത്തിൻ്റെ വചനം ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അതായത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന്. അപ്പോൾ ഈ സമാധാനം ഉണ്ടാക്കണം അല്ലാതെ സമാധാനം ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാം ഓരോരുത്തരും ഒരു കൂട്ടത്തിൽ പോയി നിന്നാലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒരു സമാധാന രീതിയിൽ, അതാണ് ദൈവാത്മാവ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ദൈവം അപ്പോൾ അന്ന് ചിന്തിച്ചപ്പോൾ അറിയാം, സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുടുംബങ്ങളിൽ സമാധാനമില്ല, ഹൃദയത്തിൽ സമാധാനമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമുക്കൊരു സമാധാനത്തിൽ ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല, നമ്മൾ ജോലി ചെയ്യുന്നിടത്തൊരു സമാധാനമില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ ഭക്തകളോട് നമ്മളോട് ഓരോരുത്തരോടും പറയാണ്, നിങ്ങൾ സമാധാനത്തെ അന്വേഷിച്ച് പിന്തുടരണം. എങ്ങനെയാണ് ഇതിനെ അന്വേഷിച്ച് പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദോഷം വിട്ടകന്ന് എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. ആമേൻ. നമ്മുടെ നാവ് കൊണ്ട് വ്യാജം പറയല്ല, നമ്മുടെ അധരത്തെ എന്ത് ചെയ്യണം? അടക്കിക്കൊള്ളും. നമ്മുടെ അധരങ്ങൾ, അതായത് ദൈവം തന്നിരിക്കുന്ന ഈ അവയവങ്ങൾ, അതിനെ ദൈവസന്നിധി നീതിയുള്ള യാഗങ്ങളായി നമ്മൾ സമർപ്പിക്കുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമുള്ളത് കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ പ്രതിസന്ധിയുടെ ഒരു കടലിൻ്റെ നടുവിൽ നിൽക്കണ പോലെ പ്രതിസന്ധിയുടെ നടുവിലാണ് നീ നിൽക്കുന്നതെങ്കിലും നിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു സമാധാനം നിനക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ സമാധാനത്തെ പിന്തുടർന്ന് നിങ്ങൾ എവിടെ ചെന്ന് നിങ്ങൾ എനിക്ക് സമാധാനം ലഭിക്കും എന്ന് നെട്ടോട്ടം ഓടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ നാളിൽ കർത്താവായ യേശുവിനെ സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന ഓരോ അവയവങ്ങളെ ക്രിസ്തുവിന് പാനപാത്രം അല്ലെങ്കിൽ ക്രിസ്തുവിന് ഇഷ്ടമുള്ള ഒരു ആയുധമാക്കി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ദൈവം നമ്മളിൽ പ്രസാദിക്കുവാനും ആർക്കും തരാൻ കഴിയാത്തൊരു സമാധാനം യേശുക്രിസ്തുവിന് തരുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പല രീതിയിൽ കുറച്ച് സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ അവയവങ്ങളെ ക്രിസ്തുവിൻ്റെ സന്നിധി നമുക്ക് സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഉള്ളിൽ കർത്താവ് നമുക്ക് എന്ത് തരുവാനായിട്ട് ഇടയായിത്തീരും? സമാധാനം തരുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് ഇവിടെ പറയാണ്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ, നമ്മളോട് ദൈവം പറയുന്നത് നിങ്ങൾ ബാങ്കിൽ അല്ലെങ്കിൽ പൈസ സേവ് ചെയ്യാനായിട്ടല്ല പറയുന്നത്, നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമല്ല കർത്താവ് ഇവിടെ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അധരത്തെയും നമ്മുടെ നാവിനെയും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ,
ഹാലലുയ. അല്ലേ, നമ്മുടെ സമാധാനം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ്. ഹാലലുയ, സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ എവിടെയെങ്കിലും സമാധാനം ലഭിക്കുമെന്ന് പറഞ്ഞ് നെട്ടോട്ടം ഓടുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ഈ ബൈബിളിനുള്ളിൽ നമുക്ക് ആവശ്യമായതുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുക അല്ലേ. നിത്യതയും നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം അല്ലേ. ദൈവവചനം അതാ പറഞ്ഞത്, അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ കണ്ടെത്തും. ആമേ, സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് വേറെ ചില ഇപ്പം എത്ര കിട്ടാൻ പറ്റാത്ത ചോദ്യങ്ങൾ നമുക്കറിയാം. കർത്താവിൻ്റെ ന്യായപ്രമാണങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പറയോ ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അനുസരിക്കാനോ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. കർത്താവെ നീ തന്ന കൽപ്പനകളല്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടുണ്ട്. നമ്മുടെ അവയവങ്ങളെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും അല്ലേ. നമ്മളെപ്പോഴും കടിച്ചാൽ പൊട്ടാത്ത അല്ലേ കടുക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മുട്ട പോലെ കടിച്ചാൽ പൊട്ടാത്ത, അതൊരിക്കലും കർത്താവെ എനിക്കത് നിന്നെപ്പോലെ വിശുദ്ധനാകാനോ നിന്നെപ്പോലെ എനിക്ക് നീ ആകുവാനോ ഞങ്ങൾക്ക് കഴിയുകയില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഇടുന്ന ആ എഫേർട്ട് ഉണ്ടല്ലോ അല്ലേ, ആ ഒരു രീതിയിൽ ആ മനസ്സിനെ ദൈവം എന്ത് ചെയ്യും ഈ നാളുകളിൽ കാണുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരാണോ നിങ്ങൾ? പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ സമാധാനത്തെ അന്വേഷിച്ച് പിന്തുടരണം. അന്വേഷിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് തരത്തില്ല. കർത്താവിൻ്റെ വചനം നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാകുക. നിങ്ങൾ പാർക്കുന്ന ഭവനത്തിൽ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുക. ഒരാളുടെ കുറ്റം മറ്റൊരിടത്തെന്ന് പറഞ്ഞ് അവിടെ അസമാധാനം ഉണ്ടായി പോകുന്നതിന് പകരം നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാകുക. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സമൂഹം മുഴുവനും സമാധാനത്തിലായി തീരുവാനായിട്ട് ഇടയായി തീരുക. അതുകൊണ്ട് ഈ വചനപ്രകാരം എന്നെയും നിങ്ങളെല്ലാവരെയും യഹോവ എന്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ ദൈവത്തിന് കൊള്ളാവുന്ന യാഗമായി നമുക്ക് സമർപ്പിക്കാം. സോ വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.